ആലപ്പുഴ കളർകോട് ഉണ്ടായ വാഹനാപകടത്തിന്റെ വേദന ഇപ്പോഴും നമുക്കുള്ളിലുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചിട്ടുണ്ടായിരുന്നു. എടത്താ സ്വദേശി ആൽവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പൊതുദർശനത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സംസ്കാരം തിങ്കളാഴ്ചയാണ് എടത്വ ഫെറോന പള്ളിയിൽ വെച്ച് നടക്കുക. രഘുനാഥ് നാരായണനുണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാനായിട്ട്. രഘു, വേദനിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. മരണം മാറായി. ഒടുവിൽ ആൽവിനും യാത്രയാവുകയാണ്. പൊതുദർശനം മെഡിക്കൽ കോളേജിൽ അവസാനിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും നടപടികൾ? പൊതുദർശനം മെഡിക്കൽ കോളേജിൽ അവസാനിച്ചു. ഇതിനുശേഷം മൃതദേഹം എടത്വയിലേക്ക്, ജന്മദേശമായ എടത്വയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വീട്ടിൽ അല്പം നേരം പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം അവിടെ തന്നെയുള്ള മോർച്ചറിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ചയാണ് സംസ്കാരം. ആൽവിൻ്റെ ചില ബന്ധുക്കൾ വിദേശത്ത് നിന്ന് വരാനുണ്ട്. അതുകൊണ്ടാണ് സംസ്കാരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ആൽവിൻ മരണത്തിന് കീഴടങ്ങിയത്. ഈ അപകടത്തിൽ നടന്ന അന്ന് തന്നെ ആൽവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അന്ന് തന്നെ ആൽവിന് വലിയൊരു ശസ്ത്രക്രിയ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ആരോഗ്യം മെച്ചപ്പെട്ടില്ല. തുടർന്ന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ആവശ്യപ്രകാരം ആൽവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജീവൻ രക്ഷിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാറ്റിയിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്നുള്ള മോർച്ചറിയിലേക്ക് മാറ്റിയത്. രാവിലെ 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. അരമണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് കൊടുക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ആൽവിൻ പഠിച്ച വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചത്. മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നമുക്ക് ആ രംഗം, കാരണം ആൽവിന് മെഡിക്കൽ വിദ്യാർത്ഥിയായി ചേർന്നപ്പോൾ കോളേജിൽ നിന്നൊരു കോട്ട് കൊടുത്തിരുന്ന ആ കോട്ട് കെട്ടിപ്പിടിച്ച് ആൽവിൻ്റെ അമ്മ കരയുന്ന ആ ഒരു കാഴ്ച അവിടെ കണ്ടു നിൽക്കുന്നവർക്കാർക്കും അതിനോടൊപ്പം കരയുകയല്ലാതെ മറ്റ് യാതൊരു വിധമായ നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അത്രമേൽ സങ്കടകരമായ കാഴ്ചയായിരുന്നു. അമ്മ പറയുന്നത് എഞ്ചിനീയറിങ്ങിനൊക്കെ കിട്ടിയിട്ട് അതിന് പോയാൽ മതിയായിരുന്നു, അങ്ങനെ പദം പറഞ്ഞ് കരയുകയാണ്. വിദ്യാർത്ഥികളൊക്കെ വലിയ സങ്കടത്തിലാണ്. നിലവിൽ മൃതദേഹം എടത്വയിലെ വീട്ടിലാണുള്ളത്. അല്പസമയത്തിനകം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. അപകടത്തിൽ ആ വാഹനത്തിലുണ്ടായിരുന്നത് മൊത്തം 11 പേരാണ്. അതിൽ 6 പേർ മരിച്ചു. 4 പേർ നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്ന ഒരു നിസ്സാര പരിക്കുകളോടുകൂടി.